ഹായ്, ഐ ആം ബിജു എസ് നായർ, ഫോമർ ഓഫീസർ, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. എന്റെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ ദിവസത്തെയും പോലെ ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ അരവിന്ദ് കെജ്രിവാളിന്റെ CBI അറസ്റ്റിനെ കുറിച്ചാണ്. ആദ്യം ED ആണ് അറസ്റ്റ് ചെയ്തത്. ഈ സെയിം കേസിൽ CBI വീണ്ടും അറസ്റ്റ് ചെയ്തേക്കാണ്. അപ്പൊ അതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു എഡിറ്റോറിയലാണ് ഇന്നത്തെ ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ. അത് വായിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന എഡിറ്റോറിയലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇൻഡെപ്ത് ഡീറ്റെയിലേക്കൊന്നും പോകുന്നില്ല. പ്രത്യേകിച്ച് അതിൽ അങ്ങനെ ഒരു എഡിറ്റോറിയൽ വായിക്കുക എന്നുള്ളതിനപ്പുറം അതിൻ്റെ അകത്ത് ഒരു കറണ്ട് അഫയേഴ്സ് വാല്യൂ നമുക്കില്ല. അതുകൊണ്ട് ഞാൻ ആ ഒരു രീതിയിലേ പോകുന്നുള്ളൂ. അപ്പൊ ഡൽഹി ചീഫ് മിനിസ്റ്റർ അരവിന്ദ് കെജ്രിവാളിനെ CBI അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സെയിം കേസിൽ എക്സൈസ് പോളിസി കറപ്ഷൻ കേസ്. അതിൽ കേസ് എന്തായാലും പ്രഥമ ദൃഷ്ടിയ ഉണ്ട്, അതിൽ സംശയമൊന്നുമില്ല. അല്ലെങ്കിൽ ഇതിന്റെ എക്സൈസ് മിനിസ്റ്റർ ആയിരുന്ന ഡൽഹിയുടെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആയിരുന്ന മനീഷ് സിസോദിയ 2 years ആയിട്ട് ജയിലിലാണ്. 2 years ആയിട്ട് സുപ്രീം കോർട്ട് പോലും പലതവണ അപ്രോച്ച് ചെയ്തിട്ടും അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തിട്ടില്ല. ഇപ്പൊ ദർ ഇസ് എ കേസ്, അതിൽ ഡൗട്ടൊന്നുമില്ല. പക്ഷെ അതിന്റെ മണി ട്രെയിൽ കണ്ടുപിടിക്കണം, അത് ഡയറക്ട്ലി അതിന്റെ എവിഡൻസസ് ഈ പറഞ്ഞ ആൾക്കാരിലേക്ക് എത്തിക്കണം. അതൊക്കെ പ്രോപ്പറായിട്ട് കോടതിയെ ബോധ്യപ്പെടുത്തണം. അതൊക്കെയാണ് വേണ്ടത്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഈ അറസ്റ്റുകൾ വീണ്ടും വീണ്ടും പക്ഷെ അരവിന്ദ് കെജ്രിവാളിന് ധാർമ്മികമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അത് ഈ എഡിറ്റോറിയൽ ലാസ്റ്റ് പറയുന്നുണ്ട്. He should resign from his post because already CBI arrested him. Before that, ED arrested him. He was in jail for the last 3 months. അപ്പൊ അവിടെ കിടന്നുകൊണ്ട് ഭരിക്കുകയാണ്. അപ്പൊ വേറെ ഒരു ചീഫ് മിനിസ്റ്റർ അങ്ങനെ ചെയ്യുന്നില്ല. ജാർഖണ്ഡിലെ ചീഫ് മിനിസ്റ്റർ ഹേമന്ത് സോറനൊക്കെ അപ്പോഴേ റിസൈൻ ചെയ്തിട്ട് ചമ്പായ് സോറൻ എന്ന് പറയുന്ന ആളിനെ അവിടുത്തെ പുതിയ ചീഫ് മിനിസ്റ്ററായിട്ട് അവരോധിച്ചു. അതാണ് ഇന്ത്യയിൽ ഇതുവരെയുള്ള കീഴ്വഴക്കം എന്ന് പറയുന്നത്. പക്ഷേ അരവിന്ദ് കെജ്രിവാൾ അത് ചെയ്യുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന് ബെയിൽ കൊടുത്ത് വെളിയിൽ വിട്ടാൽ അദ്ദേഹത്തിന് സുഖമായിട്ട് ഇത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുന്നുണ്ട്. ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റിന്റെ, അവിടെ ഒരു യൂണിയൻ ടെറിട്ടറിയാണ്. യൂണിയൻ ടെറിട്ടറി ആണെങ്കിൽ സ്റ്റേറ്റിന്റെ ആണെങ്കിൽ അവിടുത്തെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആൻഡ് മോസ്റ്റ് പവർഫുൾ പൊസിഷനാണ്. അദ്ദേഹത്തിന് സുഖമായിട്ട് ഈ വിറ്റ്നസിനെയോ അല്ലെങ്കിൽ പല ആൾക്കാരെയും സ്വാധീനിക്കാനോ എവിഡൻസസ് ടാമ്പർ ചെയ്യാനോ ഒക്കെ പറ്റും. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്റ്റെപ്പ് ഡൗൺ ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ പ്രാഥമികമായ കർത്തവ്യമാണെന്ന് എഡിറ്റോറിയൽ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഉള്ളൊരു കാര്യം പറയുന്നത്, അദ്ദേഹത്തിന് മനഃപൂർവ്വം ബെയിൽ കൊടുക്കാതിരിക്കാൻ വേണ്ടി, ബെയിൽ കിട്ടാൻ ഒരു സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ ആ ബെയിൽ കിട്ടുകയാണെങ്കിൽ പോലും അദ്ദേഹത്തിന് വീണ്ടും ജയിലഴികൾക്കുള്ളിൽ ആക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടെയാണ് CBI ആക്ട് എന്നാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്. അപ്പൊ ഇതിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിന് സെഷൻസ് കോർട്ട് ജാമ്യം കൊടുക്കുകയാണ്. ഇതിലെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഈ കേസ് എന്താണെന്ന് അറിഞ്ഞോടെ ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. ഈ ഡൽഹി എക്സൈസ് പോളിസി കേസ് എന്ന് പറയുന്നത് ആക്ച്വലി കേരളത്തിലെ പോലെ, നമ്മൾ കേരളത്തിൽ ബിവറേജസ് കോർപ്പറേഷൻ ആണ് നമ്മൾ ലിക്കറിന്റെ റീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. അതല്ല ബാറിൽ നിന്ന് കിട്ടും, അതെല്ലായിടത്തും കിട്ടും. ഈ എല്ലാ സ്റ്റേറ്റിലും ഉണ്ട് ലിക്കർ പ്രൊഹിബിഷനുള്ള. ബീഹാർ, ഗുജറാത്ത്, ഈ 2 സ്റ്റേറ്റുകൾ വെച്ച് ബാക്കി എല്ലായിടത്തും ബാർ വഴിയുണ്ട്. അതല്ലാതെ ലിക്കറിന്റെ ഈ തമിഴ്നാട്ടിലെ ടസ്മാക്ക് എന്ന് പറയുന്ന ഗവൺമെന്റ് ഔട്ട്ലെറ്റ് വഴിയാണ് കിട്ടുന്ന ലിക്കർ കോമൺ മാന് റീറ്റെയിലിംഗ് ആയിട്ട്, റീറ്റെയിൽ ഷോപ്പുകൾ വഴി. അതെല്ലാം റീറ്റെയിൽ ഷോപ്പുകൾ ഗവൺമെന്റ് ആണ്. ഡൽഹിയിലും അതുപോലെയായിരുന്നു. പക്ഷെ ഇവരൊരു ഓവർനൈറ്റ് ഡിസിഷൻ എടുത്തു പ്രൈവറ്റ് ഏജൻസീസിന് ഇത് കൈമാറാൻ. അപ്പൊ പ്രൈവറ്റ് ഏജൻസീസിന് ഇത് കൈമാറാനുള്ള തീരുമാനമെടുത്തപ്പോൾ there was a windfall gain for many private distillery owners and അതുമായിട്ട് ബന്ധപ്പെട്ട പാർട്ടീസ് എന്നാണ് പ്രശ്നം. 100 കോടി രൂപ ഇതില് ആം ആദ്മി പാർട്ടിക്ക് ഗോവ ഇലക്ഷനിലൊക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ സമയത്താണ് ഗോവ ഇലക്ഷനൊക്കെ വന്നത്, സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ ആൾക്കാരെ കൊയേഴ്സ് ചെയ്തത് ഈ ഇതിന്റെ മിഡിൽമാൻ വഴി, ഈ ഇതിന്റെ ഈ എന്താ പറയുന്ന ഈ കമ്പനീസ് നടത്തുന്ന പ്രൈവറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നടത്തുന്ന കമ്പനീസിന്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പൊ അതിലേക്ക് ഈ രീതിയിൽ പണം കിട്ടണമെന്ന് വാദിച്ചതും പണം കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള നടപടികൾ സ്വീകരിച്ചതും കേജ്രിവാൾ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതില് ഒരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചാല്, പല കുറ്റവാളികളെയും പിന്നീട് അപ്രൂവേഴ്സ് ആയിട്ട് മാറി. അപ്രൂവർ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ മാപ്പ് സാക്ഷി എന്നൊക്കെ പറയത്തില്ലേ, മാപ്പ് സാക്ഷിയാക്കും. അതിൽ യഥാർത്ഥ കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് അത് നിയമത്തിൽ അനുവദനീയമായിട്ടുള്ള സംഭവമാണ് അപ്രൂവർ എന്ന് പറയുന്നത്. മാപ്പ് സാക്ഷികളാക്കി. അപ്പൊ ഈ മാപ്പ് സാക്ഷികളുടെ പിന്നീട് സ്റ്റേറ്റ്മെന്റ്സ് ആണ് കേജ്രിവാളിനെയും ഈ പറഞ്ഞ മനീഷ് സിസോദിയൊക്കെ ഈ കേസിൽ പ്രതികളാക്കുന്നത്. പക്ഷെ ഈ മാപ്പ് സാക്ഷികളുടെ സ്റ്റേറ്റ്മെന്റ്സ് മുഖവിലേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ മണി ട്രെയിൽ കറക്റ്റായിട്ട് EDയും CBI ഒക്കെ കണ്ടെത്തിയിട്ട് ഇവരെ ഡയറക്ട്ലി ലിങ്ക് ചെയ്യുന്ന എവിഡൻസസ് കണ്ടെത്തി കോടതിയിൽ സബ്മിറ്റ് ചെയ്യണം. അപ്പൊ എന്തായാലും സെഷൻസ് കോർട്ട് പറഞ്ഞു, ഈ കേസ് കേട്ടോണ്ടിരിക്കുന്ന ED കേസ് കേട്ടോണ്ടിരിക്കുന്ന സെഷൻസ് കോർട്ട് പറഞ്ഞു, എന്തായാലും കുറച്ച് കാലം ജയിലിൽ കിടക്കുകയല്ലേ, ഇപ്പൊ ഡയറക്ട് ലിങ്ക് അല്ലെങ്കിൽ ഡയറക്ട് എവിഡൻസസ് ഒക്കെ പിന്നീട് ഏജൻസീസ് അന്വേഷിച്ച് അതിന്റെ ലിങ്ക് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഫോർ ദ ടൈം ബീങ് കേജ്രിവാളിന് ജാമ്യം കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴത്തേക്ക് ഡൽഹി ഹൈക്കോർട്ടിനെ ED അപ്രോച്ച് ചെയ്യും.
അപ്പർ കോർട്ട് എന്ന് പറഞ്ഞാൽ ഡൽഹി ഹൈക്കോർട്ടാണല്ലോ. അപ്രോച്ച് ചെയ്യുമ്പോൾ ഡൽഹി ഹൈക്കോർട്ട് ഇത് സ്റ്റേ ചെയ്യും. ഇഡിയുടെ വാദം കേൾക്കാതെ ആണ് സെഷൻസ് കോർട്ട് പല എവിഡൻസസും കണക്കിലെടുക്കാതെയാണ് ഇത് കൊടുത്തതെന്ന് പറഞ്ഞ് ഡൽഹി ഹൈക്കോർട്ട് ഇത് സ്റ്റേ ചെയ്യും. ഇനി സുപ്രീം കോർട്ടിന്റെ വാദം കേൾക്കും. അതിന് മുമ്പായിട്ട് പക്ഷേ ഇഡിയുടെ അറസ്റ്റിലാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നത്. ഇതിന്റെ ഇടയിൽ കൂടെ CBI സെയിം കേസിൽ വേറൊരു പിന്നെ അറസ്റ്റ് ഇപ്പം കേജ്രിവാളിനെ ചെയ്തിരിക്കുകയാണ്. അപ്പൊ അത് തെറ്റാണ്. യഥാർത്ഥത്തിൽ ഈ കേജ്രിവാൾ എന്നല്ല, ഏതൊരു കോമൺ മാൻ ആണെങ്കിലും ഇത്തരത്തിലുള്ള കേസസ് ഉണ്ടാകുമ്പോൾ ആ കേസസിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള എവിഡൻസസ് കണ്ടെത്തി ഇവരിലേക്ക് ഉള്ള കണക്ഷൻസ് ലിങ്ക് ചെയ്ത് കോടതിയെ ബോധ്യപ്പെടുത്തുക. അതിനുശേഷം കോടതികൾ തീരുമാനിക്കട്ടെ എന്നൊരു സ്റ്റാൻഡാണ് എടുക്കേണ്ടതെന്നാണ് ഈ എഡിറ്റോറിയൽ പറഞ്ഞത്. ഇതാണ് ആ എഡിറ്റോറിയലിന്റെ പൊരുൾ എന്ന് പറയുന്നത്. വായിച്ചു നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി രണ്ടാമത്തെ നെറ്റ് ഡാമേജ് എന്ന് പറയുന്ന എഡിറ്റോറിയൽ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എഡിറ്റോറിയലാണ്. ആക്ച്വലി ഇതിൽ ഇന്റർനാഷണൽ റിലേഷൻ ഒരു വിഷയം വരുന്നുണ്ട്. സത്യത്തിൽ നമ്മളായിട്ട് ഉണ്ടാക്കിയൊരു പ്രശ്നമാണ് ഈ പ്രശ്നം. ഈ പ്രശ്നം എന്താണെന്ന് ആദ്യം പറയാം. ഇന്നലെ ഞാൻ ഇന്നലത്തെ ന്യൂസ് പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നോന്ന് എനിക്ക് ഓർമ്മയില്ല. ശ്രീലങ്കയില് ഇന്നലെ ഒരു ശ്രീലങ്കൻ ഏരിയയിൽ വെച്ച്, അതായത് തമിഴ്നാടിനടുത്തുള്ള നോർത്തേൺ ശ്രീലങ്കൻ പ്രൊവിൻസായ ജാഫ്ന ആ ഒരു മേഖലയിൽ വെച്ച് തമിഴ്നാടിൽ നിന്നുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള മീൻപിടുത്തക്കാരും ശ്രീലങ്കൻ നേവിയുമായിട്ട് ഒരു ചെറിയ ഏറ്റുമുട്ടൽ പോലെ ഉണ്ടായി. ശ്രീലങ്കയുടെ നേവിയുടെ ഒരു സെയിലർ കൊല്ലപ്പെടുകയും ചെയ്തു. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു 10-20 വർഷത്തെ ന്യൂസ് പേപ്പേഴ്സ് റെഗുലർ ആയിട്ട് വായിച്ചു വെക്കുകയാണെങ്കിൽ ഹിന്ദു പോലുള്ള ന്യൂസ് പേപ്പേഴ്സിൽ റെഗുലർ ആയിട്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള ഫിഷർമെന്റിനെ ശ്രീലങ്കൻ നേവി അറസ്റ്റ് ചെയ്യുന്നതും പിന്നീട് ഇന്ത്യ ഗവൺമെന്റ് ഭയങ്കരമായിട്ട് പ്രഷറൊക്കെ ചെലുത്തിയിട്ട് അവരെ റിലീസ് ചെയ്യിപ്പിക്കുന്നു. ആ റിലീസ് ചെയ്യിപ്പിക്കുന്ന സമയത്തിനകത്ത് വെച്ച് ശ്രീലങ്കൻ നേവി പിടിച്ചെടുക്കുമ്പോൾ അവരെ ബോട്ട്, അവരുടെ വലകൾ എല്ലാം പിടിച്ചെടുക്കത്തില്ലേ, അല്ലാതെ ഈ ആളിനെ മാത്രമാണ് കൊണ്ടുപോകണം, എല്ലാം കോൺഫിസ്കേറ്റ് ചെയ്യും. പക്ഷേ 1-1.5 വർഷം അല്ലെങ്കിൽ 6 months കഴിഞ്ഞിട്ടായിരിക്കും ഗവൺമെന്റ് ഇടപെട്ട് ഇവർ റിലീസ് ചെയ്യിപ്പിക്കുന്ന സമയം കൊണ്ട് ഈ പറഞ്ഞ ബോട്ടും വലകളും എല്ലാം നശിക്കും. അല്ലെങ്കിൽ അതിനെ റെക്ടിഫൈ ചെയ്ത് എടുക്കണം. ചിലപ്പോൾ റെക്ടിഫൈ പോലും ചെയ്യാൻ പറ്റാതെ, റിപ്പയർ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നശിച്ചു പോകും. അല്ല, ഇനി ഇത് ശരിയാക്കി എടുക്കണമെങ്കിൽ തന്നെ thousands of rupees അല്ലെങ്കിൽ lakhs of rupees അവർക്ക് ആവശ്യം വരും. അപ്പൊ കഴിഞ്ഞൊരു 4 decades എടുത്ത് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 6,000-ഓളം, അതൊന്നും ഈ എഡിറ്റോറിയൽ പറയുന്നില്ല, ഏതാണ്ട് 6,000-ഓളം ഇന്ത്യൻ ഫിഷർമെന്റിന് അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 1000-ഓളം അവരുടെ ബോട്ടുകൾ അതുപോലെ അതിന്റെ അനുബന്ധ സാമഗ്രികൾ എല്ലാം ശ്രീലങ്കക്കാർ കൊണ്ടുപോയിട്ടുണ്ട്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? നിങ്ങൾ എല്ലാവരും ഒരുപക്ഷെ ഇലക്ഷൻ സമയത്ത് നരേന്ദ്രമോദിയും BJPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ഓഫ് തമിഴ്നാടായ അണ്ണാമലയും ഉയർത്തിക്കൊണ്ടുവന്നൊരു വിഷയം കണ്ടു കാണും. ഉറപ്പായിട്ടും ഇലക്ഷനിൽ തമിഴ്നാടുകാരുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ സമയത്ത് ആ ഒരു വിഷയം ഉയർത്തിയത്, അതിൽ സംശയമില്ല. പക്ഷേ അത് ഒരു നാഷണൽ വിഷയമാണ്. പക്ഷേ നമ്മൾ കാണിച്ച ഒരു മണ്ടത്തരം, കച്ചത്തീവ്. എന്താണ് കച്ചത്തീവ് എന്നാണ് സ്ഥലത്തിന്റെ പേര്. കച്ചത്തീവ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇന്ത്യയിൽ രാമേശ്വരത്ത് നിന്ന് വെറും 23 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഒരു 500 മീറ്ററിനകത്ത് മാത്രം വലിപ്പമുള്ള ഒരു ചെറിയ ഐലൻഡാണ്. ആ ഐലൻഡ് ഇന്ത്യയുടെ സ്വന്തമായിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യയുടെ അധീനതയിലായിരുന്നു. രാമനാഥപുരം എന്നൊക്കെ പറയുന്ന പ്രദേശത്തുള്ള ജമീന്ദാർമാരാണ് അതിനെ കൈവശം വച്ചിരുന്നത്. പക്ഷേ കച്ചത്തീവിന് മുകളിൽ ശ്രീലങ്ക പിന്നീട് അവകാശവാദം ഉന്നയിക്കുകയാണ്. ഈ കച്ചത്തീവ് നമുക്ക് എന്തുകൊണ്ടാണ് സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ഞാൻ പറയാം. ഇന്ത്യയിലെ ഫിഷർമെൻ തമിഴ്നാട്ടിൽ നിന്നുള്ള ഫിഷർമെൻ, രാമേശ്വരത്തു നിന്നും രാമനാഥപുരത്തു നിന്നുള്ള ഫിഷർമെൻ ആ ഏരിയയിൽ മീൻ പിടിക്കുകയും എന്നിട്ട് ആ മീൻപിടുത്തത്തിന് ശേഷം വിശ്രമിക്കാൻ വേണ്ടി ഐലൻഡ് ഉപയോഗിക്കുകയും അവരുടെ വലകളും മറ്റും ഉണക്കാൻ വേണ്ടി ആ കച്ചത്തീവ് എന്ന് പറഞ്ഞ ഐലൻഡ് ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഇത് ശ്രീലങ്ക ഇതിന്റെ അവകാശവാദം ഉന്നയിക്കുകയാണ്. ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ബ്രിട്ടീഷ് ഇറ്റ് സെൽഫ് ദേ ആർ ആക്ച്വലി ക്ലെയിമിംഗ് ദാറ്റ് ഐലൻഡ് ബിലോങ്സ് ടു ദം. അതിനൊരു കാരണം അവർ പറയുന്നുണ്ട്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ആ കച്ചത്തീവ് ഐലൻഡില് സെന്റ് ആന്റണി ചർച്ച് ഉണ്ട്. ആ ചർച്ച് ജാഫ്ന ഡയസിസിന്റെ അണ്ടറിലാണ് വരുന്നത്. സോ ദിസ് ലാൻഡ് ബിലോങ്സ് ടു അസ് എന്നാണ് അവർ പറഞ്ഞത്. നമ്മളിവിടുത്തെ പിന്നീട് ഫ്രീഡം കിട്ടുന്നവരെ ആ പ്രശ്നം പരിഹരിച്ചില്ല. ഫ്രീഡം കിട്ടിയപ്പോൾ ജവഹർലാൽ നെഹ്റു 1960-കളിൽ ഒരു സ്റ്റാൻഡ് എടുത്തു, ഇത് കൊടുക്കുന്നതിന് എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല. പക്ഷെ അദ്ദേഹം കൊടുത്തില്ല. പക്ഷേ പ്രോബ്ലം ഒന്നും ഇല്ലെന്ന് അദ്ദേഹം വിവരാവകാശ നിയമം വഴിയുള്ള രേഖകൾ വ്യക്തമാക്കിയ കാര്യം കഴിഞ്ഞ 1 മാസം മുമ്പ് ഇന്ത്യയിലെ 2-3 മാസം മുമ്പ് നാഷണൽ ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ റിവീൽ ചെയ്തതാണ്. അത് കഴിഞ്ഞ് 74-ൽ ഇന്ദിരാഗാന്ധി ഈ കച്ചത്തീവ് ശ്രീലങ്കയ്ക്ക് കൊടുക്കുകയാണ്. കച്ചത്തീവ് ഇന്ത്യയുടെ അല്ല, നമ്മൾ അതിന്റെ മുകളിലുള്ള എല്ലാ അവകാശവാദവും ഉന്നയിച്ചു, ശ്രീലങ്ക എടുത്തോളൂ എന്ന് പറഞ്ഞാൽ കൊടുക്കും. പക്ഷെ കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ 74-ലാണ് ഇത് കൊടുക്കുന്നതെങ്കിലും അപ്പോഴും നമ്മളൊരു കാര്യം ചെയ്തിരുന്നു. ഈ കച്ചത്തീവ് ശ്രീലങ്കയുടേതായിട്ട് നമ്മൾ കൊടുത്തെങ്കിലും ദാറ്റ് ഐലൻഡ് ക്യാൻ ബി യൂസ്ഡ് ബൈ ഇന്ത്യൻ ഫിഷർമെൻ ഓൾസോ.
എന്തിനാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോർ ദ റെസ്റ്റിംഗ് പർപ്പസ് ആൻഡ് വാട്ട് എവർ ആക്ടിവിറ്റീസ് ദേ ആർ ഡൂയിങ് പ്രീവിയസ്ലി ദേ ക്യാൻ യൂസ് ഇറ്റ് ഫോർ ദ സെയിം പർപ്പസസ്. ആ ഒരു രീതിയിലാണ് 1974 ഈ എഗ്രിമെന്റ് ഇന്ദിരാഗാന്ധി ശ്രീലങ്കയായിട്ട് ഉണ്ടാക്കിയത്. പക്ഷേ പിന്നീട് വീണ്ടും 76 ഒരു സപ്ലിമെന്ററി എഗ്രിമെന്റ് വരെയാണ് സബ്സിക്വന്റ് ആയിട്ട്. ഈ സപ്ലിമെന്ററി എഗ്രിമെന്റില് ഇന്ത്യ അതിന് മുകളിലുള്ള എല്ലാ അവകാശവും അത് ഉപേക്ഷിക്കുകയും ഇന്ത്യക്കാർക്ക് പിന്നെ അത് ഉപയോഗിക്കാനുള്ള അവകാശം പോലും നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുകയും ചെയ്തു. അപ്പൊ എന്ത് സംഭവിക്കുന്നു വെച്ചാല് പല പല റീസൺസ് കൊണ്ട് നമ്മളുടെ രാമേശ്വരം രാമനാഥപുരം ഏരിയയിലെ ഫിഷർമെന്റിന് മീൻ എന്ന് പറയുന്ന ഫിഷ് എന്ന് പറയുന്ന റിസോഴ്സ് അവരുടെ കടൽ ഏരിയയിൽ കുറയുമ്പോൾ ഇവർ പലപ്പോഴും അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ ഒക്കെ ക്രോസ് ചെയ്ത് ഈ കച്ചത്തീവ് ഏരിയയിലേക്ക് പോകാറുണ്ട്. അപ്പോഴവർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യും. അപ്പൊ ഇതാണ് നമ്മൾ കാണിച്ച ഏറ്റവും വലിയ സ്ട്രാറ്റജിക് മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. നമ്മൾ കൊടുത്തത് ഇനിയിപ്പോ റീക്ലെയിം ചെയ്തെടുക്കാനൊന്നും പറ്റൂല. തമിഴ്നാട്ടിൽ 1991 ജയലളിതയൊക്കെ ഒരു റെസൊല്യൂഷൻ ഒക്കെ പാസ്സാക്കി അതിൽ തിരിച്ചെടുക്കണം. ഇപ്പൊ തമിഴ്നാട്ടിൽ വീണ്ടും വീണ്ടും പൊളിറ്റീഷ്യന്മാർ അത് തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞ് ഈവൻ സ്റ്റാലിൻ പോലും. പക്ഷെ സ്റ്റാലിൻ എന്ന് പറയാൻ യാതൊരു അവകാശമല്ല. കാര്യം 1974 ഇന്ദിരാഗാന്ധി ശ്രീലങ്കയ്ക്ക് കൊടുക്കുമ്പോൾ ആ സമയത്ത് തമിഴ്നാട് ഭരിച്ചുകൊണ്ടിരുന്ന DMK ആണ്. അതിന്റെ ചീഫ് മിനിസ്റ്റർ കരുണാനിധി ആയിരുന്നു. ആ കരുണാനിധി അറിഞ്ഞുകൊണ്ടാണ് പിന്നീട് ഇന്ദിരാഗാന്ധി ഇത് കൈമാറാൻ തീരുമാനിച്ചതെന്നാണ് എഗെയിൻ RTI ഇൻഫർമേഷൻസ് റിവീൽ ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ഹിന്ദുവിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് കഴിഞ്ഞ 2-3 മാസം മുമ്പ് തുരിതുരാ വരുന്നുണ്ടായിരുന്നു. മനസ്സിലായി. പിന്നെ വേറെ കാര്യം, ഇത് 1976 ഇന്ത്യ എമർജൻസിയിലായിരുന്നു, അടിയന്തരാവസ്ഥയിലായിരുന്നു. അപ്പൊ അടിയന്തരാവസ്ഥയുടെ പീരീഡിൽ നമ്മളെ പാർലമെന്റൊന്നും ഫംഗ്ഷൻ ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ പാർലമെന്റിൽ പോലും ഇതൊന്നും ഡിസ്കസ് ചെയ്യാതെ ഇതെല്ലാം നടന്നത്. അപ്പൊ എന്തായാലും കച്ചത്തീവ് ഐലൻഡ് പോയത് കൊണ്ട് ആണ് യഥാർത്ഥത്തിൽ ഈ ഒരു എഡിറ്റോറിയലിന്റെ ആ വിഷയം പറഞ്ഞില്ലെങ്കിലും ഇതാണ് യഥാർത്ഥ വിഷയം. ശ്രീലങ്കയിൽ എപ്പോഴും ഇന്ത്യൻ ഫിഷർമെന്റ് തടവിലാക്കപ്പെടുന്നതിന്റെയും ഒപ്പം അവരുടെ ജീവനോപാധികളെ അവരുടെ ബോട്ടുകളും വലകളും എല്ലാം അവർക്ക് നശിച്ച് നാമാവശേഷമായ അവരുടെ എല്ലാ ലൈവ്ലിഹുഡും നഷ്ടപ്പെടുന്നതിന് കാരണം ഈ ഒരു കച്ചത്തീവ് വിഷയമാണ്. ഓക്കെ, അപ്പം ഇത് മാത്രമല്ല ഈ എഡിറ്റോറിയൽ പറഞ്ഞ വേറെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊരു പിന്നെ വേറൊരു സ്ട്രാറ്റജി പോയിന്റ് ഓഫ് വ്യൂലും കച്ചത്തീവ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം ശ്രീലങ്ക ഈസ് അണ്ടർ സിവിയർ ഡെറ്റ് ആൻഡ് മെജോറിറ്റി ഓഫ് ദാറ്റ് ഡെറ്റ് ഈസ് ആക്ച്വലി ചൈനീസ് ഡെറ്റ്. ചൈനക്കാണ് ആ ഡെറ്റ് കടം കൂടുതലും കൊടുക്കാനുള്ളത് ശ്രീലങ്ക. ആ ചൈന ശ്രീലങ്കയിൽ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഔട്ട് ഓഫ് ദം വൺ ഈസ് ഹംബൻടോട്ട പോർട്ട്. Hambantota port. This port is very closer to India, very much closer to India, and that is being built by China. അപ്പം ഇത് ഒരു വലിയൊരു എന്താ പറയുന്ന ഒരു പ്രിക്വേറിയസ് സിറ്റുവേഷനിലാണ് ശ്രീലങ്കയുടെ എക്കോണമി എന്ന് പറയുന്നത്. ഇന്ത്യക്കും ഒരുപാട് കടം തരാറുണ്ട്. ഏറ്റവും കൂടുതൽ കൊടുക്കാനുള്ളത് ചൈനയ്ക്കാണ്. ചൈന അതുകൊണ്ട് തന്നെ അവർക്ക് ശ്രീലങ്ക ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റും, അവർക്ക് കടം കൊടുക്കാനുള്ളത് കൊണ്ട്. അപ്പൊ അവർ ഹംബൻടോട്ട പോർട്ടൊക്കെ ഇപ്പൊ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ലൊക്കേഷനിൽ ഉണ്ടാക്കി ദേ ക്യാൻ എയിം ഇന്ത്യ ഫ്രം ദാറ്റ് പ്ലേസ് വെരി ഈസിലി. അപ്പൊ ഈ ശ്രീലങ്ക നാളെ ഒരു സമയത്ത് കച്ചത്തീവ് ഐലൻഡിൽ ചൈനയ്ക്ക് ഒരു പ്രസൻസ് കൊടുത്തുള്ള അവസ്ഥ എന്തായിരിക്കും? അവിടെ നിന്ന് 23 കിലോമീറ്റേഴ്സേ ഉള്ളൂ നമ്മളുടെ രാമേശ്വരത്തേക്ക്, അതായത് ബോട്ടിൽ വന്ന് പോകുന്ന ദൂരം. ഓക്കെ, അങ്ങനെയും സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് തന്നെ ഉണ്ട്. പക്ഷെ അതിനേക്കാളും ഇമ്പോർട്ടൻസ് ഒരുപക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കില്ലായിരിക്കും. ഇതൊരു എക്സ്ട്രീം കേസ് ഞാൻ പറഞ്ഞേ ഉള്ളൂ. പക്ഷെ മറ്റേ കേസ് നമ്മളുടെ ഫിഷർമെൻ എപ്പോഴും അകത്ത് വന്നതിന്റെ മെയിൻ റീസൺ കച്ചത്തീവ് ഏരിയ നമുക്ക് നഷ്ടപ്പെട്ടത്. കച്ചത്തീവും അതിനോട് ചേർന്നുള്ള സമുദ്രങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. അപ്പൊ സമുദ്രാതിർത്തി അന്ന് ഡിമാർക്കേറ്റ് ചെയ്തപ്പോഴാണ് ഇതെല്ലാം സംഭവിച്ചത്, ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള സീ ബോർഡർ. ഓക്കെ, അപ്പൊ എന്തായാലും ഇതിപ്പോ ഈ വിഷയത്തില് പറയുന്നത് ഈ 1974 1976 ബയലാറ്ററൽ അഗ്രിമെന്റ്സിനെ കുറിച്ച് ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. സത്യത്തിൽ 1974 1976 എഗ്രിമെന്റ് കാര്യത്തിൽ ഞാൻ പറഞ്ഞത് കച്ചത്തീവ് അവർ കൊടുക്കുമ്പോൾ 74 76 സബ്സിക്വന്റ് ആയിട്ട് ഒരു സപ്ലിമെന്ററി എഗ്രിമെന്റ് ഉണ്ടാക്കുന്നു. ആ സപ്ലിമെന്ററി എഗ്രിമെന്റിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ കച്ചത്തീവിൽ നമുക്ക് നമ്മളുടെ ഫിഷർമെന്റിന് യൂസ് എങ്കിലും ചെയ്യാറുണ്ട്. അന്ന് ടെറിട്ടറി ശ്രീലങ്കയിലാണെങ്കിൽ അത് നഷ്ടപ്പെടുന്നു. അതൊന്നും ഇവിടെ പറയുന്നില്ലെങ്കിലും 74 76 ബയലാറ്ററൽ എഗ്രിമെന്റുകളെ കുറിച്ച് അവർ റെഫർ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്ര ഇവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്തായാലും ഇപ്പോ വീണ്ടും തമിഴ്നാട്ടില് ഒപ്പം 2 ആന്ധ്രക്കാരും ഉണ്ടായിരുന്നു. ഏതാണ്ട് 10ഓളം ഫിഷർമെനെ അവർ അറസ്റ്റ് ചെയ്ത് വീണ്ടും കൊണ്ടുപോയി. ഇതിലിപ്പോ ജയശങ്കർ ഇടപെടാൻ പോയാണ്. സ്റ്റാലിൻ ജയശങ്കറിനോട് പറഞ്ഞു കാര്യങ്ങൾ എന്തുകൊണ്ട് തമിഴ്നാട്ടിലെ ഫിഷർമെനിന് ഇങ്ങനെ കൂടുതൽ ദുരിതങ്ങൾ പേരേണ്ടി വരുന്നുള്ള കാര്യമൊക്കെ ഫർദറായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഫിഷിന്റെ റിസോഴ്സസ് നഷ്ടപ്പെടുന്നു. ഒപ്പം തന്നെ ഈ ബോട്ടം ട്രോളിംഗ് ഒക്കെ പലപ്പോഴും നിരോധിക്കും. കാരണം പല സമുദ്ര സമ്പത്തൊക്കെ സംരക്ഷിക്കേണ്ട മത്സ്യസമ്പത്തൊക്കെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഉള്ള ബോധം ഉള്ളതുകൊണ്ട്. അപ്പം നമ്മൾ ഈ ഡീപ് സീ ഫിഷിങ്ങിലേക്ക് ഇനി പോകണമെന്നാണ് പറയുന്നത് കൂടുതലായിട്ട്. അപ്പൊ ആ ഡീപ് സീ ഫിഷിങ്ങിന് വേണ്ടിയിട്ട് അവർക്ക്
വേറെ തരത്തിലുള്ള ഉപകരണങ്ങളും ബോട്ടുകളും ഒക്കെ വേണം. അപ്പൊ അതൊക്കെ കോസ്റ്റ്ലിയാണ്. അതിന് സഹായിക്കാൻ വേണ്ടി സെൻട്രൽ ഗവൺമെന്റ് തമിഴ്നാട് ഗവൺമെന്റ് നമ്മളൊരു സ്കീമൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട് ഈ ഫിഷർമെന്റിന് വേണ്ടിയിട്ട്. അപ്പൊ അതില് ഈ ബോട്ടൊക്കെ വാങ്ങണേ 80 ലക്ഷം രൂപയൊക്കെ ആവും. അപ്പൊ അത് ഒരു നാഷണൽ സ്കീമായിട്ട് നടപ്പാക്കി അതിന്റെ വില കുറച്ച് കൊടുക്കാൻ കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞു. അതിന്റെ ഒന്നും വലിയ ആവശ്യം നമുക്കില്ല. ഞാനതിന്റെ കോർ വിഷയം ഈ എഡിറ്റോറിയൽ 74-76 ബയലാട്രൽ അഗ്രിമെന്റ്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് കച്ചത്തി വിഷയത്തിലേക്കൊക്കെ പോയത്. ആക്ച്വലി അതാണ് അതിന്റെ കോർ ഇഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ എഡിറ്റോറിയൽ നിങ്ങൾ വായിച്ചു നോക്കുക. രണ്ടാമത് ഇനി വിവേക് ഖഡ്ജു എഴുതിയ ഒരു റിട്ടയർഡ് ഇന്ത്യയുടെ IFS ഓഫീസറാണ് റിയാസി ആൻഡ് ദ ഇയേഴ്സ് ഓൾഡ് ഇഷ്യൂ ഓഫ് ക്രോസ് ബോർഡർ ടെറർ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ കാണാം. ഇത് സംഭവം എന്ന് പറയുന്നത്, ഇപ്പൊ നരേന്ദ്രമോദി മൂന്നാമതും ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് അധികാരമേറ്റ സമയത്ത് 2024 ജൂണിലാണല്ലോ മോഡി അധികാരം വെക്കുന്നത്. അപ്പം ഏതാണ്ട് അതേ സമയത്ത് ഈ കാശ്മീരിലെ ജമ്മുവിലെ റിയാസി എന്ന് പറയുന്ന സമയത്ത് പിൽഗ്രിംസിന് അഗേൻസ്റ്റ് ആയിട്ട് ഒരു ടെറർ അറ്റാക്ക് ഉണ്ടാവുകയും കുറെ പേര് മരിക്കുകയും ചെയ്തു. ഇതുപോലെ അദ്ദേഹത്തിന്റെ 2014 സ്വിയറിംഗ് ഇൻ സെറമണിയുടെ സമയത്ത് അഫ്ഗാനിസ്ഥാനിലെ ഹെറാത്ത് എന്ന് പറയുന്ന പ്രൊവിൻസിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ അറ്റാക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഇതുവഴി ടെററിസ്റ്റുകൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് മോഡിയെ ഒന്ന് പേടിപ്പെടുത്തുക, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെ ഒന്ന് ഭീഷണിപ്പെടുത്തുക എന്നുള്ളതാണെന്ന് ഈ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. ഈ ടെററിസ്റ്റ് അറ്റാക്കുകളിലെല്ലാം പാകിസ്ഥാന്റെ ഹാൻഡ് വിസിബിളോ അല്ലെങ്കിൽ ഇൻവിസിബിളോ ആയിട്ടുള്ള ഹാൻഡ് ഉണ്ട്. പാകിസ്ഥാൻ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന ടെറർ ഗ്രൂപ്പുകളായിട്ടുള്ള ലഷ്കർ-ഇ-തായിബ പോലുള്ള സംഭവങ്ങളാണ് പലപ്പോഴും ഇതിന്റെയൊക്കെ ബാക്കിൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇത് ഈ അവരെ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് എന്നാണല്ലോ ഈ ടെററിസ്റ്റുകളെ പറയുന്നത്, നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് എന്ന്. അപ്പൊ ഈ ടെററിസ്റ്റുകളായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ കഴിഞ്ഞ ഒരു 2-3 ഡെക്കേഡ്സ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ടെററിസവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ, ക്രോസ് ബോർഡർ ടെററിസം എമനാറ്റിംഗ് ഫ്രം ദ സോയിൽ ഓഫ് പാകിസ്ഥാൻ, അല്ലെങ്കിൽ ഇൻസൈഡ് കാശ്മീർ ഓൾസോ ടെററിസ്റ്റ് ഉണ്ട്, അവർക്ക് കിട്ടുന്ന സപ്പോർട്ട് ഫ്രം പാകിസ്ഥാൻ. അപ്പൊ അതിനെ എങ്ങനെ ഡീൽ ചെയ്യുന്നതാണ് നമ്മൾ ഈ 70s അവസാനവും 80കളുടെ തുടക്കത്തിലും അല്ലെങ്കിൽ 80കളിലും നമ്മൾ ഏറ്റവും ഫേസ് ചെയ്ത പ്രോബ്ലം എന്ന് പറയുന്നത് സിഖ് ടെററിസം ആയിരുന്നു. നമുക്കറിയാം ബ്ലൂ സ്റ്റാർ ഓപ്പറേഷന്റെ ഒക്കെ 50th ആനിവേഴ്സറി ആണ് ഇപ്പം. ഇന്ദിരാഗാന്ധിയുടെ 40th ആനിവേഴ്സറി ആണ് ഇപ്പം. ഇന്ദിരാഗാന്ധിയാണ് ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ നടത്തിയതെന്നും ജർണൈൽ സിംഗ് ഭിന്ദ്രൻവാല എന്ന് പറയുന്ന ഖാലിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം സിഖുകാർക്ക് സെപ്പറേറ്റ് വേണമെന്ന് പറഞ്ഞ് വാദിച്ച ഭീകരന് സിഖുകാരുടെ ഏറ്റവും പരിശുദ്ധമായ ആരാധനാ കേന്ദ്രവും ലോകത്തിലെ ഏറ്റവും വലിയ ഗുരുദ്വാരയുമായ സിഖുകാരുടെ ആരാധനാ കേന്ദ്രത്തിലാണ് ഗുരുദ്വാര എന്ന് പറയുന്നത് അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിളിൽ കയറി നമ്മൾ ഇന്ത്യൻ പട്ടാളം അറ്റാക്ക് ചെയ്ത് കില്ല് ചെയ്തതും അതിനെ തുടർന്നുണ്ടായ ഒരു എന്താ പറയുക ചാർജ്ഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇന്ദിരാഗാന്ധി പിന്നീട് സ്വന്തം അംഗരക്ഷകളാൽ കൊല്ലപ്പെടുന്നതും അതിനെ തുടർന്ന് ആന്റി സിഖ് റൈറ്റ് എന്ന് പറഞ്ഞ പേരിൽ സിഖ് വിരുദ്ധ കലാപം ഡൽഹിയിൽ ഉണ്ടാകുന്നതും ഒക്കെ നമുക്കറിയാം. പിന്നെ പതുക്കെ സിഖ് തീവ്രവാദം, ഖാലിസ്ഥാൻ തീവ്രവാദം ഇന്ത്യയിൽ അടിച്ചമർത്തി ഇപ്പം വീണ്ടും തലപൊക്കി തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിലല്ല, പല രാജ്യങ്ങളിലായിട്ട്, ഇന്ത്യയിലും ഉണ്ട് ചെറുതായിട്ട്. അത് കഴിഞ്ഞ് 90കളുടെ തുടക്കത്തിലാണ് കാശ്മീരിൽ പാകിസ്ഥാൻ അവരുടെ ഒരു ആയുധമായിട്ട് കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് സ്പോൺസേർഡ് ടെററിസം ആരംഭിക്കുന്നത്. അപ്പൊ ഇനിഷ്യലി നമുക്ക് അതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് പോലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് ഒരു 90s പകുതിയൊക്കെ കഴിഞ്ഞപ്പം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അതിനെ ഡീൽ ചെയ്യാൻ ഒരുവിധമൊക്കെ പഠിച്ചു. ഒരു ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് പോളിസിയാണ് ഇന്ത്യ അവിടെ നടപ്പാക്കിക്കൊണ്ടിരുന്നത്. അതായത് ഈ ടെററിസ്റ്റുകൾ വളരെ സ്റ്റേൺ ആയിട്ട് ഡീൽ ചെയ്യുന്നു, അതേ സമയത്ത് തന്നെ ഇന്ത്യക്കകത്ത് കാശ്മീരിൽ മാക്സിമം ഡെമോക്രസി പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിച്ചു. ഇലക്ഷനൊക്കെ കണ്ടക്ട് ചെയ്ത് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള വേസിലേക്ക് കാശ്മീരുകളെ കൊണ്ടുവന്ന് തീവ്രവാദത്തിന്റെ ഇൻഫ്ലുവൻസ് അവിടെ കുറയ്ക്കാൻ ഇന്ത്യ ശ്രമിക്കുകയാണ്. പാകിസ്ഥാനിൽ ബേനസീർ ഭൂട്ടോയും നവാസ് ഷെരീഫും പർവേസ് മുഷറഫും ആണ് ഈ ടെററിസം തുടങ്ങിയതിനു ശേഷമുള്ള കാലഘട്ടത്തിലെ പാകിസ്ഥാനെ നിയന്ത്രിക്കുന്നത്. അതിൽ ബേനസീർ ഭൂട്ടോ മരിച്ചുപോയി, പർവേസ് മുഷറഫ് ഇടയ്ക്ക് അസുഖം മൂലം മരിച്ചുപോയി, ഷെരീഫ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ ബ്രദറായ ഷഹബാസ് ഷെരീഫാണ് ഇപ്പൊ പാകിസ്ഥാൻ ഭരിക്കുന്നത്. അപ്പൊ ഈ ബേനസീർ ഭൂട്ടോയൊക്കെ ഇന്ത്യയോട് ഭയങ്കര സ്റ്റേൺ ആയിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നു. ഇന്ത്യയായിട്ടുള്ള ബന്ധം, ഇന്ത്യയായിട്ട് ചില സമയത്ത് അവര് കംപ്ലീറ്റ്ലി റിലേഷൻ സ്റ്റോപ്പ് ചെയ്തൊരു ടോക്സിന് പോലും ബേനസീർ ഭൂട്ടോയും തയ്യാറായില്ല. പക്ഷെ ഷെരീഫ് കുറച്ചുകൂടെ ഒരു ഓപ്പൺ മൈൻഡ് സെറ്റിൽ ഈ നമ്മളുടെ വാജ്പേയി ആയിട്ടൊക്കെ ടോക്ക് നടത്തിയ കാര്യമൊക്കെ നമുക്കറിയാം, ലാഹോർ സമ്മിറ്റ് എന്ന പേരിൽ ഒക്കെ.
അപ്പൊ ഇന്ത്യ എപ്പോഴും എടുത്ത നിലപാടുകൾ പാകിസ്ഥാൻ ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ടോക്ക് ഇൻക്ലൂഡിംഗ് കാശ്മീർ വിഷയം നിലനിർത്തിക്കൊണ്ട് ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ടോക്കിനാണ് എപ്പോഴും ശ്രമിക്കുന്നതെങ്കിലും ഇന്ത്യ പറഞ്ഞിരുന്ന എപ്പോഴും ടെററിസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ടെററിസം നിങ്ങളുടെ രാജ്യത്ത് നിന്ന് ഉടലെടുക്കുന്ന കാശ്മീരുമായിട്ട് ബന്ധപ്പെട്ട ടെററിസത്തിനായിരിക്കണം പ്രാധാന്യം കൊടുക്കേണ്ട ടോക്സിൽ എന്നാണ് ഇന്ത്യ എപ്പോഴും നിലപാട് സ്വീകരിച്ചത്. അപ്പൊ ഈ സബ്സിക്വന്റ് ആയിട്ട് ഇന്ത്യ ഇതിനിടയ്ക്ക് 1999 ഈ നമ്മളുടെ കാർഗിൽ വാറൊക്കെ ഇന്ത്യ പിന്നീട് പാകിസ്ഥാനായിട്ട് ചെയ്യുന്നുണ്ട്. ആ കാർഗിൽ വാറിൽ ഇന്ത്യക്ക് വലിയ വിജയമുണ്ട്. പക്ഷെ കാർഗിൽ വാർ എൻറ്റയർലി ഈ ടെററിസ്റ്റുകളുടെ പ്രോബ്ലം കൊണ്ടുണ്ടായ വാറെന്ന് പറയാൻ പറ്റത്തില്ല. പാകിസ്ഥാനി പട്ടാളം തന്നെ പർവീസ് മുഷറഫിന്റെ പീരീഡിൽ ഈ അതിന് തൊട്ടു മുമ്പായിട്ട് വാജ്പേയിയും നവാസ് ഷെരീഫും തമ്മിൽ ഉണ്ടാക്കിയ പീസ് അഗ്രിമെന്റിൽ വലിയ അഡ്വാൻസ്മെന്റ്സ് ഒക്കെ ഉണ്ടാകും. ഈ വാഗാ ബോർഡർ വഴി ഇന്ത്യ നിന്ന് പാകിസ്ഥാനിലെ ലാഹോറിലേക്ക് ഒരു ബസ് സർവീസ് ഒക്കെ ആരംഭിക്കുക, അവിടെ തിരിച്ച് ഇങ്ങോട്ടും. അപ്പോൾ അതിന്റെയൊക്കെ ഒരു നല്ലൊരു ഗുഡ് വിൽ ജനറേറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് പട്ടാളത്തിനൊന്നും ഇഷ്ടപ്പെട്ടില്ല. പാകിസ്ഥാനിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന പാകിസ്ഥാനിലെ പട്ടാളമാണ്. അവർക്ക് എത്രയും പെട്ടെന്ന് ഈ ഒരു പീസ് പ്രോസസ് ഒക്കെ ഡീറെയിൽ ചെയ്യിപ്പിച്ചാൽ മാത്രമേ അവർക്ക് അവിടെ ഇൻഫ്ലുവൻസ് നിലനിർത്താൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ അവരൊരു ഇൻട്രൂഷൻ സംഘടിപ്പിക്കുകയാണ്. പിന്നീട് അവിടെ പട്ടാളം ഭരണം പിടിച്ചെടുക്കുകയും ചെയ്യും. ഷെരീഫിന്റെ കയ്യിൽ നിന്ന് മുഷറഫ് ആയിരുന്നു പ്രസിഡന്റ്. അപ്പം അവര് പതുക്കെ നുഴഞ്ഞു കയറുന്നു ഇന്ത്യയിലേക്ക്. ആ നുഴഞ്ഞു കയറ്റത്തിന്റെ ഫലമായിട്ടാണ് യുദ്ധം ഉണ്ടാകുന്നത്. യുദ്ധത്തിൽ ഡിസിസീവ് വിക്ടറി നമ്മൾ നേടുകയും ചെയ്യും. പിന്നെ പലപ്പോഴായിട്ട് വീണ്ടും ഇന്ത്യയിൽ പല പല ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടാവുന്നു. 2001 പാർലമെന്റ് അറ്റാക്ക് ഉണ്ടാവും. അപ്പൊ വാജ്പേയി മിലിറ്ററിയെ കംപ്ലീറ്റ് അങ്ങോട്ടേക്ക് മൊബിലൈസ് ചെയ്യുന്നതാണ് കാശ്മീർ ബോർഡറിലേക്ക് യുദ്ധം നടത്താൻ. പക്ഷെ യുദ്ധവും നടന്നില്ല. 2009 മുംബൈ ടെററിസ്റ്റ് അറ്റാക്ക് എന്ന് പറഞ്ഞ ഇന്ത്യ കണ്ട എക്കാലത്തെയും ഏറ്റവും വലിയ ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ട്. അപ്പൊ മൻമോഹൻ സിംഗും ഇപ്പൊ യുദ്ധം നടത്തുന്ന രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ടുണ്ട്. പക്ഷെ യുദ്ധവും നടന്നില്ല. എന്നിട്ട് ലോകത്തിന്റെ മുന്നിൽ പാകിസ്ഥാൻ ടെററിസം ഇന്ത്യയിൽ പ്രൊമോട്ട് ചെയ്യുന്നുള്ള ഡയറക്റ്റ് എവിഡൻസസ് കളക്ട് ചെയ്ത് ലോകത്തിന്റെ മുന്നിൽ ഇത് വയ്ക്കാനാണ് ഇന്ത്യ ശ്രമിച്ചത്. ആദ്യമൊക്കെ അമേരിക്ക പാകിസ്ഥാന്റെ ഒരു അലയൻസ് പാർട്ണർ പോലെ ആക്ട് ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ അവരതൊന്നും മുഖവിലേക്ക് എടുത്തില്ല. പിന്നീട് പാകിസ്ഥാന്റെ പതുക്കെ അമേരിക്ക ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഇന്ത്യയുടെ എവിഡൻസസിന് അവരെല്ലാവരും പ്രാമുഖ്യം കൊടുക്കുകയും UN-ലൊക്കെ പല പാകിസ്ഥാനി ബേസ്ഡ് ടെററിസ്റ്റ് ഗ്രൂപ്പുകളെയും ഒപ്പം തന്നെ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ തലവന്മാരെയും UN ഡെസിഗ്നേറ്റഡ് ടെററിസ്റ്റുകളായിട്ട് ഡിക്ലെയർ ചെയ്യുന്നതിന് ഇന്ത്യയും US ചേർന്ന് ജോയിന്റ് റെസൊല്യൂഷൻസ് കൊണ്ടുവരികയും അതിൽ പലപ്പോഴും ഇന്ത്യ സക്സസ്ഫുൾ ആവുകയും ചിലപ്പോഴൊക്കെ ചൈന വീറ്റോ ചെയ്ത് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു കാര്യം പറയാം, കാശ്മീർ വിഷയത്തിന് പുറത്ത് നമ്മൾ എപ്പോഴും കാശ്മീർ വിഷയത്തിനെ കുറിച്ച് നമ്മൾ ഇന്ത്യയുടെ കയ്യിലിരിക്കുന്ന കാശ്മീരിനെ കുറിച്ച് സംസാരിക്കാറുള്ളൂ. ഇന്ത്യയുടെ കയ്യിലില്ലാത്ത POK പാക് ഒക്യുപ്പൈഡ് കാശ്മീർ ഉണ്ടല്ലോ. ഈ POK പാക് ഒക്യുപ്പൈഡ് കാശ്മീരുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം സോൾവ് ചെയ്ത് ഇന്ത്യക്ക് തിരിച്ചെടുക്കണം എന്നുള്ളതാണല്ലോ ഇന്ത്യയുടെ വാദം. ഇന്ത്യയുടേതാണ് POK, അതുകൊണ്ടാണല്ലോ പാക് ഒക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്നത്. ഇതിനെ തിരിച്ചെടുക്കാൻ വേണ്ടി 1972 നമ്മൾ സിംല എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. 1972 സിംല എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ POK ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എപ്പോഴും ഡിസ്കസ് ചെയ്യേണ്ടത്. പക്ഷേ അതിൽ വേറൊരു കാര്യമുണ്ട്, അതിവിടെ വിവേക് അഡ്ജു പറയുന്നുണ്ട്. ഈ 1972 സിംല എഗ്രിമെന്റ് വരുന്ന സമയത്ത് ഇന്ത്യക്കും പാകിസ്ഥാനോടുള്ള ഒരു ആയുധമായിട്ട് പാകിസ്ഥാൻ ഒരിക്കലും ടെററിസം പ്രൊമോട്ട് ചെയ്യുന്നില്ലായിരുന്നു. 90s ബിഗിനിങ്ങിലാണ് അവർ ഈ ടെററിസം സ്റ്റേറ്റ് സ്പോൺസേർഡ് ടെററിസം വരുന്നത്. അപ്പൊ പിന്നെ ഈ സിംല എഗ്രിമെന്റിന്റെ അടിസ്ഥാനം നമ്മളത് പരിഹരിക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. കാര്യം പാകിസ്ഥാൻ അന്ന് സ്വീകരിച്ച നിലപാടല്ല കാശ്മീരിന്റെ കാര്യത്തിൽ ഇന്ന് സ്വീകരിക്കുന്നത്. അന്ന് ടെററിസം അവർ ഒരു ആയുധമായിട്ട് ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് വേണമെങ്കിൽ ഇന്ത്യക്ക് ഒരു ഇൻവേഷൻ നടത്തുന്നതിൽ തെറ്റില്ല എന്ന് ഇതിൽ പറയുന്നുണ്ട്. പക്ഷെ അത് നടക്കത്തൊന്നുമില്ല. കാരണം നമുക്കറിയാം, ഈ ഹമാസ് എന്ന് പറയുന്ന ഒരു നോൺ സ്റ്റേറ്റ് ആക്ടറിന് പരാജയപ്പെടുത്താൻ വേണ്ടി ഇസ്രായേൽ എന്ന് പറയുന്ന വേൾഡിലെ ഏറ്റവും മികച്ച മിലിറ്ററി സംവിധാനവും വേൾഡിലെ ഏറ്റവും മികച്ച സ്പൈ ഓർഗനൈസേഷനായ മൊസാദും അമേരിക്ക എന്ന് പറഞ്ഞ വേൾഡിലെ സൂപ്പർ പവർ കൺട്രിയുടെ സപ്പോർട്ടും ഉണ്ടായിരുന്നിട്ട് പോലും ഒരു ചെറിയ ഹമാസിന് ചെറിയൊരു ഗാസ ഏരിയയിൽ കീഴ്പ്പെടുത്താൻ അവർക്ക് കഴിയുന്നില്ല. അതുപോലെ അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്ത് താലിബാൻ എന്ന് പറയുന്ന ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷന് അമേരിക്ക എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് പരാജയപ്പെടുത്താൻ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടില്ലെന്ന് മാത്രമല്ല അവരവിടെ തിരിച്ച് അധികാരത്തിലേക്ക് വരികയും ചെയ്തു. അപ്പോ പാകിസ്ഥാൻ എന്ന് പറഞ്ഞൊരു ലെജിറ്റിമേറ്റ് കൺട്രി വിത്ത് ഫുൾ ഫോഴ്സ് ആൻഡ് ഓൾസോ ദേ ഹാവ് ന്യൂക്ലിയർ ആംസ്, ദേ ആർ എ ന്യൂക്ലിയർ പവർ. നമ്മൾ അവരെ ഇൻവേഡ് ചെയ്താൽ സ്വാഭാവികമായിട്ടും അതിന്റെ റിസൾട്ട് ഒരു ഡിസാസ്ട്രസ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും. അതിനാണ് ചാൻസ്. അപ്പൊ അതെല്ലാം ഇതിൽ പറയുന്നുണ്ട്. പ്ലസ് ഇതിൽ പറയുന്നത് മോഡി ഗവൺമെന്റ് കാലഘട്ടത്തിൽ കൊണ്ടുവന്നൊരു പുതിയ ഡോക്ട്രിൻ എന്താണെന്ന് വെച്ചാൽ പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് എന്ന് പറയും. പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം, ബാലാക്കോട്ടിലൊക്കെ ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായപ്പോ പുൽവാമയിൽ ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായപ്പോ ബാലാക്കോട്ട് എന്ന് പറഞ്ഞ പാകിസ്ഥാനിലെ സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്തു? സർജിക്കൽ സ്ട്രൈക്ക് ചെയ്തു. സർജിക്കൽ സ്ട്രൈക്ക്.
അത് ഇതുപോലുള്ള ഈ ടെററിസ്റ്റ് അറ്റാക്ക് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഈ ടെറർ ക്യാമ്പുകളിൽ നമ്മൾ നടത്തുന്ന സ്ട്രൈക്കിനുണ്ട് സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത്. അപ്പൊ അത് അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആക്ഷൻസ് അവരുടെ സൈഡിൽ നിന്ന് ഉണ്ടാകുമ്പോഴാണ്. അപ്പം അതിൽ ഈ അക്സെപ്റ്റബിൾ ഏതാണ് അൺഅക്സെപ്റ്റബിൾ ഏതാണ് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. ഇപ്പൊ റിയാസിയിൽ 10ഓളം പേര് മരിച്ചു ജമ്മുവില, അത് അക്സെപ്റ്റബിൾ ആണോ? 50 പേര് മരിക്കുമ്പോഴേ അത് അൺഅക്സെപ്റ്റബിൾ ആവുള്ളൂ. എല്ലാവരുടെ ലൈഫ് ഒന്നും പോലെ അല്ലേ. അപ്പൊ എന്തായാലും ഈ പ്രിയംറ്റീവ് സ്ട്രൈക്ക് എന്ന് പറയുന്ന സംഭവം ഈ മോഡിയുടെ പീരീഡിലാണ് കൂടുതൽ പോപ്പുലർ ആവുന്നത്. അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഇതെല്ലാം പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറെ പാകിസ്ഥാനി ടെററിസമായിട്ട് പാകിസ്ഥാനി ആർമി അല്ലെങ്കിൽ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കെതിരെ നമ്മൾ ഉപയോഗിച്ച പല ഡോക്ട്രിൻസിനെ കുറിച്ചൊക്കെ നീ പറയുന്നുണ്ട്. എന്തായാലും പാകിസ്ഥാൻകാര് സ്വപ്നം കാണുന്നതെന്ന് വെച്ചാല് ഇതാണ്: അഫ്ഗാനിസ്ഥാനില് ജിഹാദ് ജയിച്ചു, അതായത് അവിടെ താലിബാന് ഭരണം പിടിച്ചെടുക്കാൻ പറ്റി. ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ പവറായ അമേരിക്കയെ പരാജയപ്പെടുത്തി അവർക്ക് അവിടെ ഭരണം പിടിച്ചെടുക്കാൻ പറ്റി. അതുപോലെ ഇന്ത്യ അമേരിക്കയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അത്ര വലിയ പവർഫുൾ ഒന്നും അല്ലല്ലോ. അത്ര വലിയ പവർഫുൾ ഒന്നും അല്ല, നല്ല നമ്മളൊരു ഈ മിലിറ്ററി ശക്തികളൊക്കെ അങ്ങനെ 3 അല്ലെങ്കിൽ 4 ഒക്കെ ആയിട്ടേ വരുള്ളൂ പവറിന്റെ കാര്യത്തിൽ. ഇപ്പൊ ചൈന, റഷ്യ, US കഴിയുമ്പോഴായിരിക്കും നമ്മൾ വരുന്നത്. അപ്പൊ നമ്മളെ തോപ്പിക്കാൻ ഈ പറഞ്ഞ തീവ്രവാദം കൊണ്ട് കഴിയുമെന്നാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ തോക്കുമെങ്കിൽ ഇത് പണ്ട് തോക്കണമായിരുന്നു. ഇപ്പോഴത്തെ കാശ്മീരിലെ അവസ്ഥ എന്ന് വെച്ചാൽ ടെററിസം ഒക്കെ അതിന്റെ ലോവസ്റ്റ് എബിലാണ്. ഒപ്പം തന്നെ കാശ്മീർ ഈസ് ആക്ച്വലി ഇന്റഗ്രേറ്റിംഗ് ഇൻ യുവർ മെയിൻ സ്ട്രീം. അതാണ് ലാസ്റ്റ് ഇലക്ഷൻ കാണിച്ചു തന്നത്. കാശ്മീരിലെ ആൾക്കാർ പോലും ഇത് മടുത്തിട്ട് കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്ത് ഇലക്ട്രൽ പ്രോസസ്സിൽ ഈവൻ ജമാഅത്തെ ഇസ്ലാമി പോലും ഇനി അവരുടെ മുകളിലുള്ള ബാൻ എടുത്ത് മാറ്റി ഇലക്ഷനിൽ കണ്ടസ്റ്റ് ചെയ്യാന്നവർ പറഞ്ഞേക്കാണ്. അതുകൊണ്ട് പാകിസ്ഥാന്റെ ഡ്രീം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് എന്തായാലും വേറൊരു ആർട്ടിക്കിൾ. ഇനി ഗെറ്റ് ദ വന്ദേ മെട്രോ റൂട്ടിംഗ് റൈറ്റ്. ഇത് ഞാൻ അങ്ങനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പോകുന്നില്ല. ഇത് ഇത്രയേ ഉള്ളൂ. നമുക്ക് വന്ദേ ഭാരത് ട്രെയിനുകളുണ്ട്. ഈ വന്ദേ ഭാരത് ട്രെയിനുകളുടെ ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ പെയറിങ്സ്, അതായത് ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ, അതാണ് ഈ തിരുവനന്തപുരത്ത് നിന്ന് ഒറിജിൻ ഡെസ്റ്റിനേഷൻ കാസർഗോഡ്, അല്ലെങ്കിൽ മാംഗ്ലൂർ ടു ട്രിവാൻഡ്രം, മംഗലാപുരത്ത് നിന്ന് ഒറിജിൻ ഡെസ്റ്റിനേഷൻ ട്രിവാൻഡ്രം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. ഇങ്ങനെ 82ഓളം പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ പ്ലാൻ ചെയ്തതിൽ ഏതാണ്ട് 10-51 വന്ദേ ഭാരത് ട്രെയിനുകൾ ഇപ്പൊ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതിൽ 10ഓളം വന്ദേ ഭാരത് ട്രെയിനുകൾ വലിയ നഷ്ടത്തിലാണ്. കാരണം ഈ ഒറിജിൻ ഡെസ്റ്റിനേഷൻ പെയർ റെയിൽവേ പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യാഞ്ഞുണ്ടെന്നാ. അല്ലെങ്കിൽ റെയിൽവേക്ക് ഇത് നല്ല ലാഭം ഉണ്ടാവുമായിരുന്നു. ഏതാണ്ട് 100 crores വെച്ച് അവർക്ക് അങ്ങനെ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ കേരളത്തിൽ കൂടെ ഓടുന്ന വന്ദേ ഭാരത് ട്രെയിനുകൾ ഭയങ്കര പ്രോഫിറ്റബിൾ ആണ്. കാരണം അതുകൊണ്ടാണ് വീണ്ടും വന്ദേ ഭാരത് കേരളത്തിലേക്ക് വരുന്നത്. കാരണം എന്താണ്? അത് ഫുള്ളി ഓക്യുപ്പൻസി ആണ്. നമ്മൾ എപ്പോഴും ബുക്ക് ചെയ്യാൻ നോക്കിയാൽ നമുക്ക് ചിലപ്പോൾ മിക്കവാറും ടിക്കറ്റ് കിട്ടത്തില്ല. പക്ഷെ പല റൂട്ടുകളിലും അങ്ങനെ അല്ല. അപ്പൊ അതുകൊണ്ട് ഈ വന്ദേ മെട്രോ വരാൻ പോയാണ്. വന്ദേ ഭാരതിന്റെ ശേഷം വന്ദേ മെട്രോ, അതിന്റെ ട്രയൽ റൺ ഒക്കെ കഴിഞ്ഞു. ഇനി വന്ദേ ഭാരതിന്റെ സ്ലീപ്പർ ക്ലാസ്, വന്ദേ ഭാരതിന്റെ സ്ലീപ്പർ ഇല്ലല്ലോ. അപ്പൊ സ്ലീപ്പർ വരാൻ വേണ്ടിട്ട് ഇപ്പൊ അടുത്ത ട്രയൽ റൺ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ വന്ദേ മെട്രോ ഉദ്ദേശിക്കുന്നത് സിറ്റീസിന്റെ ഇടയിൽ ഓടാൻ വേണ്ടിട്ട് എല്ലാ അമ്യൂണിറ്റീസും ഉള്ള ട്രെയിൻസ്. അത് മാക്സിമം 250 കിലോമീറ്റേഴ്സ് വരെ ദൂരത്തിലുള്ള 2 സിറ്റീസിനെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പൊ ഇതെല്ലാം ഫുള്ളി എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ട്രെയിനുകളാണ്. അപ്പൊ ₹1 റെയിൽവേ സ്പെൻഡ് ചെയ്യുമ്പോൾ അവർക്ക് 47 പൈസയെ തിരിച്ചു കിട്ടുന്നുള്ളതാണ് പറയുന്നത്. അത് ഇവിടെ പറയുന്നുണ്ട്. അപ്പം പാസഞ്ചർ സർവീസിൽ അവർ ₹1 സ്പെൻഡ് ചെയ്യുമ്പോൾ 47 പൈസ തിരിച്ചു കിട്ടണം. അപ്പൊ അതുകൊണ്ട് ഇനി ഈ വന്ദേ മെട്രോ വരുമ്പോഴും ചുമ്മാ 2 സിറ്റീസിന്റെ ഇടയിൽ പൊളിറ്റിക്കൽ കൺസിഡറേഷന്റെ പേരിൽ ആൾക്കാരെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓടിക്കാതെ കറക്റ്റ് പ്രോപ്പർ റിസർച്ച് നടത്തി എവിടെയാണ് ആൾക്കാർ ഈ കൂടുതൽ അമ്യൂണിറ്റീസിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ താല്പര്യമുള്ളത്, കപ്പാസിറ്റി ഉള്ളത് നോക്കിയിട്ട് അത്തരം മേഖലയിൽ കൂടെ വേണം വന്ദേ മെട്രോ ട്രെയിൻസ് ഓടിക്കാൻ. വന്ദേ ഭാരതിന്റെ കാര്യത്തിൽ റെയിൽവേക്ക് പറ്റിയ ചെറിയ മിസ്റ്റേക്കുകൾ ഇതിൽ ആവർത്തിക്കാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റെയിൽവേക്ക് ഇതിൽ നല്ല ലാഭം ഉണ്ടാക്കുക. അത്രേ ഉള്ളൂ ഇതിന്റെ കണ്ടന്റ്. ഓക്കെ, വായിച്ചു നോക്കിയാൽ. ഇനി അടുത്തത്, ഡിഡ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ കൺസേൺസ് ഡ്രൈവ് മച്ച് ഓഫ് ദി ദളിത് ആൻഡ് OBC വോട്ട്. ഇത് ആക്ച്വലി രാഷ്ട്രീയമാണ്, അതുകൊണ്ട് അത് പറയുന്നില്ല. അത് BJPക്ക് കഴിഞ്ഞ ഇലക്ഷനിൽ, അതായത് 2024 ലോക്സഭ ഇലക്ഷനിൽ സീറ്റ്സ് കുറയാൻ കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടർ ഡേഞ്ചർ എന്ന് പറഞ്ഞ് ഈ പ്രതിപക്ഷം നടത്തിയ പ്രചരണമാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അത് തന്നെയാണ്, അതാണ് എന്റെ മെയിൻ റീസൺ. ഓക്കെ, നമുക്ക് ആവശ്യമില്ല. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ബ്രേക്കിംഗ് ഡൗൺ ദ ടോപ്പ് ബ്രാസ്, അത് ലോക്സഭയിലെ മന്ത്രിമാരുടെയൊക്കെ റെപ്രസെന്റേഷനെ കുറിച്ചും ഒക്കെയാണ്, പാർലമെന്റില്. അതും വേണ്ട, അതിന്റെ അടുത്ത പേജ് വേണ്ട. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഇന്ത്യ ആൻഡ് US ഇൻ ടോക്സ് ഫോർ സ്ട്രൈക്കർ ഇൻഫൻട്രി വെഹിക്കിൾസ്. നമ്മൾ US കയ്യിൽ നിന്ന് ഒരുപാട്
ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് US ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയാണ്. നമ്മൾ റഷ്യയാണ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. ഇപ്പൊ US ബന്ധം നല്ലതായപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി അവരെ ഡിപ്പെൻഡ് ചെയ്യാൻ വേണം. ഈ സ്ട്രൈക്കർ എന്ന് പറയുന്നത് ഇൻഫൻട്രി വെഹിക്കിൾസ് ആണ്, പട്ടാളത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വെഹിക്കിൾസ് ആണ് സ്ട്രൈക്കർ. അത് മിക്കവാറും ഉടനെ അത് വാങ്ങാൻ വേണ്ടി നമുക്ക് US ആയിട്ട് ഡീലാവും. പിന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് MQ-9B എന്ന് പറയുന്ന വേൾഡിലെ മോസ്റ്റ് അഡ്വാൻസ്ഡ് ഡ്രോൺസ് ആണ്. ഓരോന്ന് എന്താണെന്ന് അറിയിക്കണം. MQ-9B എന്താണ്? ഡ്രോൺ ആണ്. അത് നമ്മൾ അവരെ കുറെ എണ്ണം വാങ്ങാൻ പോയാൽ 10-30 എണ്ണം. പിന്നെ അടുത്തതായിട്ട് ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞുള്ളത് GE ജനറൽ ഇലക്ട്രിക് എന്നുള്ള ഷോർട്ട് ഫോം ആണ് GE, ജനറൽ ഇലക്ട്രിക്. അവരുടെ ജെറ്റ് എഞ്ചിൻ GE 414 എന്ന് പറയുന്ന ജെറ്റ് എഞ്ചിൻ അത് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യാൻ പോയാണ്. അതിന്റെ ടെക്നോളജിക്ക് ഒരു ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും ഇന്ത്യക്ക്. പിന്നെ ഞാൻ ഈ പറഞ്ഞ സ്ട്രൈക്കർ. പിന്നെ ഏറ്റവും വലുതെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്ത ICT ഇനിഷ്യേറ്റീവ് ഓൺ ക്രിട്ടിക്കൽ ആൻഡ് എമർജിംഗ് ടെക്നോളജീസ് എന്ന് പറഞ്ഞ എഗ്രിമെന്റ് മുഖേന ഡിഫൻസ് മേഖലയിൽ, സ്പേസ് മേഖലയിൽ, സെമി കണ്ടക്ടർ മേഖലയിൽ, അങ്ങനെ പ്രധാനപ്പെട്ട ക്രിട്ടിക്കൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് മേഖലയിൽ, അങ്ങനെ ലോകത്തിലെ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള മേഖലകളിലെല്ലാം ഇന്ത്യ US സഹകരണം വരെയാണ്. അപ്പൊ അതിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. ഓക്കെ, താഴോട്ട് വരുമ്പോ പ്ലീ ഇൻ സുപ്രീം കോർട്ട് സീക്ക് സ്റ്റേ ഓൺ ഇംപ്ലിമെന്റേഷൻ ഓഫ് ത്രീ ന്യൂ ക്രിമിനൽ ലോസ്. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി 2 ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക്, ഇന്നിപ്പോ 28 ആയി, 30 കഴിഞ്ഞ് ജൂലൈ 1 ആവുമ്പോൾ ഇന്ത്യയിൽ പുതിയ 3 ക്രിമിനൽ നിയമങ്ങൾ. ഇൻസ്റ്റെഡ് ഓഫ് IPC ഇന്ത്യൻ പീനൽ കോഡ്, ഭാരതീയ ന്യായ സംഹിത, and in the place of CRPC criminal procedure code, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, and instead of Indian Evidence Act, ഭാരതീയ സാക്ഷ്യ അധിനിയം. ഈ 3 നിയമങ്ങളും ജൂലൈ 1 തൊട്ട് നിലവിൽ വരിക. പക്ഷേ അപ്പോഴേ അത് നിലവിൽ വരണ്ട, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതി, കുറച്ചുകൂടെ അതിനെ കുറിച്ച് പഠിച്ചിട്ട് മതി എന്നും പറഞ്ഞ് കുറച്ച് ആൾക്കാരുണ്ട് സുപ്രീം കോടതിയിൽ PIL എടുത്തുക. PIL എന്ന് പറഞ്ഞാൽ എന്താണ്? പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, പൊതു താല്പര്യ ഹർജി. അതൊന്നും സുപ്രീം കോടതി അക്സെപ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ചില പോരായ്മകളുണ്ട് ഭാരതീയ ന്യായ സംഹിതയിലൊക്കെ. അത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സെക്ഷൻ 377 ഓഫ് ഇന്ത്യൻ പീനൽ കോഡ്, സെക്ഷൻ 377 ഒരു എക്സാമ്പിൾ ആണ്. ഇതുപോലെ പല പോരായ്മകളും കാണുമായിരിക്കും. സെക്ഷൻ 377 ഓഫ് ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്നത് ഹോമോസെക്ഷുവാലിറ്റിയെ ക്രിമിനലൈസ് ചെയ്ത സെക്ഷൻ എന്നുള്ള പേരിലാണ് അത് ഫേമസ് ആയത്. ഹോമോസെക്ഷുവാലിറ്റി, സ്വവർഗരതിയെ ക്രിമിനലൈസ് ചെയ്ത സെക്ഷൻ എന്നുള്ള പേരിൽ അത് ഫേമസ് ആയത്. പക്ഷേ ഇതിനകത്ത് പുരുഷന്മാരെ റേപ്പ് ചെയ്താൽ അവർക്കെതിരെ കേസ് എടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടായിരുന്നു. മെന്നിനെ റേപ്പ് ചെയ്യാമല്ലോ. അപ്പം പക്ഷെ ആ ഒരു സെക്ഷനെ ഈ ഭാരതീയ ന്യായ സംഹിതയിൽ ഇല്ല. അപ്പം പുരുഷന്മാർ റേപ്പ് ചെയ്തപ്പോൾ കേസ് എടുക്കാൻ നോർമലി ഒരു സ്പെസിഫിക് ആയിട്ടുള്ള നിയമം ഇല്ല. വേറെ ഏതെങ്കിലും നിയമത്തിന് അണ്ടറിൽ അതൊക്കെ കുറ്റം ചുമത്താൻ പറ്റും. അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. പിന്നെ നെക്സ്റ്റ് പേജ് പോകുമ്പോൾ ഫുൾ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഉത്തരാഖണ്ഡ് ഗവൺമെന്റ് ടു സ്റ്റഡി റിസ്ക് പോസ്ഡ് ബൈ 13 ഗ്ലേഷ്യൽ ലേക്സ് ഡ്യൂറിംഗ് മൺസൂൺ. അത് ഹിമാലയൻ റീജിയനിലാണ് ഈ ഗ്ലേഷ്യൽ ലേക്സ് ഇന്ത്യയിൽ വരുന്നത്. എന്ന് വെച്ചാൽ ഹിമാലയൻ ഗ്ലേഷ്യേഴ്സ് എന്ന് കേട്ടിട്ടില്ലേ? മഞ്ഞുപാളികളാണ്. അത് ഉരുകി ഉണ്ടാകുന്ന വെള്ളം കൊണ്ട് ഉണ്ടാകുന്ന നദികളുണ്ട്. അപ്പൊ അവിടെ ഈ ഭയങ്കര മഴയുള്ള സമയത്തൊക്കെ ഫ്ലാഷ് ഫ്ലഡ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ നോക്കിയിരുന്നില്ലേ വലിയ പണി കിട്ടും. എപ്പോഴും ഫ്ലാഷ് ഫ്ലഡ് ഉണ്ടാവുന്ന ഒരു മൊമെന്റിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നതിനാണ് ഫ്ലാഷ് ഫ്ലഡ് എന്ന് പറയുന്നത്. ഒരു പ്രത്യേകിച്ച് മുന്നറിയിപ്പ് കാണും. ഒറ്റ അടിക്കായിരിക്കും മലവെള്ളപ്പാച്ചിൽ പോലെ. അതിനാണ് ഫ്ലാഷ് ഫ്ലഡ് എന്ന് പറയുന്നത്. അതൊക്കെ ഉണ്ടാകുന്ന റെക്കറിംഗ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു സ്റ്റേറ്റാണ് ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ദേവഭൂമി. അതിന്റെ പ്രധാന കാരണം ഹിന്ദുയിസമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ടെമ്പിൾസ് ആയ ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദരിനാഥ് ഇതെല്ലാം അവിടെയാണ്. ഇതിനെ 4 കൂടെ ചേർത്താണ് ചാർദം എന്ന് പറയുന്നത്. ഉത്തരാഖണ്ഡിന്റെ ക്യാപിറ്റൽ ഡെറാഡൂൺ ആണ്. ഉത്തരാഖണ്ഡിന്റെ ചീഫ് മിനിസ്റ്റർ പുഷ്കർ സിംഗ് ധാമിയാണ്. പുഷ്കർ സിംഗ് ധാമി ഉത്തരാഖണ്ഡിന്റെ ചീഫ് മിനിസ്റ്റർ. പുഷ്കർ സിംഗ് ധാമി. ഉത്തരാഖണ്ഡിൽ ഗ്ലേഷ്യൽ ലേക്സ് ഉണ്ട്. ഉത്തരാഖണ്ഡിൽ മാത്രമല്ല പല ഹില്ലി സ്റ്റേറ്റുകളിലുണ്ട്. സിക്കിമിലൊക്കെ ഇടയ്ക്ക് ഇത് ഗ്ലേഷ്യൽ ലേക്കിൽ ഇതുണ്ടായി, ഫ്ലാഷ് ഫ്ലഡ് ഉണ്ടായി, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ബിസിനസ് പേജ് ആണ്. ഇന്ത്യൻ എക്കോണമി റോബസ്റ്റ് ആണ് ഡെസ്പൈറ്റ് ഗ്ലോബൽ റിസ്ക് എന്നാ പറഞ്ഞത്. ഗ്ലോബലി ഒരുപാട് റിസ്കുകൾ ഉണ്ടെങ്കിൽ ഇന്ത്യൻ എക്കോണമി ഈസ് വെരി ഫേം ഫൂട്ടിംഗ് ബിക്കോസ് ഓഫ് ദ മാക്രോ എക്കോണമിക് സ്റ്റെബിലിറ്റി ഇന്ത്യൻ എക്കോണമി അറ്റൈൻഡ്.
ആൻഡ് ഓൾസോ ഡ്യൂ ടു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും മാക്രോ എക്കോണമിക് സ്റ്റെബിലിറ്റിയും കൊണ്ട് ഇന്ത്യയുടെ എക്കോണമി വളരെ റെസിലിയന്റ് ആണ് അഗൈൻസ്റ്റ് എനി കൈൻഡ് ഓഫ് ഗ്ലോബൽ ഷോക്സ് എന്നാണ് ആര് പറഞ്ഞേക്കുന്നത്? RBIയുടെ FSR പറഞ്ഞേക്കുന്നത്. FSR എന്ന് പറഞ്ഞാല് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട്. ഇത് ഞാൻ പറയാൻ കാര്യം, ഏതെങ്കിലും ഒരു എക്സാമിന്, ഏതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാംസ് ഇപ്പൊ ഇത് എഴുതുന്ന ആൾക്കാർ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എഴുതുന്നവരോട് ചിലപ്പോൾ ചോദിക്കാം, ഹു ഈസ് റിലീസിംഗ് FSR, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് റിലീസ് ചെയ്യുന്ന ആരാണെന്ന് ചിലപ്പോൾ ചോദിക്കാം. RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പൊ അവരുടെ സ്റ്റഡി അനുസരിച്ച് അവർ പറയുന്നത് നമ്മുടെ ഇന്ത്യൻ എക്കോണമി വളരെ റെസിലിയന്റ് ആണെന്നാണ്. ഗ്ലോബലി വളരെ പല ഷോക്സ് ഉണ്ടാവാറുണ്ട്. ഡിസ്ഇൻഫ്ലേഷൻ ഒക്കെ പല രാജ്യങ്ങളിലും വളരെ പാടാണ്. പക്ഷെ ഇന്ത്യയിൽ ഡിസ്ഇൻഫ്ലേഷൻ മര്യാദയ്ക്ക് ഉണ്ടാകും. ഡിസ്ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന കുറവാണ്, ഞാൻ കുറഞ്ഞു പോകും. അപ്പോഴും ഇൻഫ്ലേഷൻ തന്നെ ആയിരിക്കും. ഇപ്പൊ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ 4.75% കണ്ടാണ്, അല്ലെങ്കിൽ അറൌണ്ട് അതാണ്. പക്ഷെ still there is an inflation that is 4.75%, but at the same time each and every month that inflation is going down. അങ്ങനെ കുറഞ്ഞോണ്ടേ ഇരുന്നാൽ അടുത്ത മാസം 4.6 ആയിട്ട് കുറഞ്ഞു വരിക. ഇതിനെയാണ് ഡിസ്ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പല രാജ്യങ്ങളിലും അങ്ങനെ അല്ല, ഡിസ്ഇൻഫ്ലേഷൻ ഒന്നും അല്ല. ഓക്കെ, പിന്നെ CCI കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. CCI കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ഫെയർ ട്രേഡ് റെഗുലേറ്റർ ആണ്. CCI ഫെയർ ട്രേഡ് റെഗുലേറ്റർ ഓഫ് ഇന്ത്യ, CCI. അങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ. SEBI സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്റർ ഓഫ് ഇന്ത്യ, സ്റ്റോക്ക് മാർക്കറ്റ് ആൻഡ് കൊമോഡിറ്റി മാർക്കറ്റ്, ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈ. സ്റ്റോക്ക് മാർക്കറ്റിനെയും കൊമോഡിറ്റി മാർക്കറ്റിന്റെയും റെഗുലേറ്റർ ആണ് SEBI, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈ ആണ്. CBIC സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ്. ഇന്ത്യയിൽ 2 ടൈപ്പ് ഓഫ് ടാക്സസ് ഉണ്ട്, ഡയറക്ട് ടാക്സ് ആൻഡ് ഇൻഡയറക്ട് ടാക്സ്. ഡയറക്ട് ടാക്സ് മെയിൻലി GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഇസ് ദ ഡയറക്ട് ടാക്സ് സിസ്റ്റം ഇൻ ഇന്ത്യ, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇൻഡയറക്ട് ടാക്സ്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഇസ് ദ ഇൻഡയറക്ട് ടാക്സ് സിസ്റ്റം ഇൻ ഇന്ത്യ. പക്ഷെ ചില സാധനങ്ങളിൽ ഇപ്പോഴും വാല്യൂ ആഡ് ടാക്സും എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി ഒക്കെ ഉണ്ട്. അപ്പൊ ഈ GST ആയിട്ട് ബന്ധപ്പെട്ട സെൻട്രൽ ഗവൺമെന്റ് ഏജൻസിയാണ് CBIC, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ്. CBIC സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ്. ഇനി ഡയറക്ട് ടാക്സുകളായ ഇൻകം ടാക്സ്, സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, അങ്ങനെയുള്ള സംഭവങ്ങളായിട്ട് ഡീൽ ചെയ്യുന്ന സെൻട്രൽ ഗവൺമെന്റ് ഏജൻസിയാണ് CBDT, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ്, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ്. ഇനി ESOP എന്ന് പറഞ്ഞാൽ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ. ESOP എന്താണ്? എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ. കമ്പനികൾ അവരുടെ എംപ്ലോയീസിന് ഷെയർ കൊടുക്കും, ഷെയർ. അതിനാണ് ESOP എന്ന് പറയുന്നത്, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ, ESOP. നെക്സ്റ്റ് പേജ് ഇന്റർനാഷണൽ പേജ്. അതിൽ ആകെപ്പാടെ ഒരു കാര്യം പറയാനുള്ളത്, ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ പലതവണയായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു കാര്യം എന്ന് വെച്ചാൽ ബൊളീവിയ എന്ന് പറയുന്ന രാജ്യം ഉണ്ടല്ലോ, ബൊളീവിയ. അവിടെ ഒരു മിലിറ്ററി കൂപ്പ് അറ്റംപ്റ്റ് ഉണ്ടായി. ഗവൺമെന്റിനെ അട്ടിമറിച്ച് പട്ടാള ഭരണം പിടിക്കാൻ ശ്രമിക്കുന്നതാണ് മിലിറ്ററി കൂപ്പ് എന്ന് പറയുന്നത്. അതില് പരാജയപ്പെട്ടു അവർ മിലിറ്ററി. അപ്പം അവിടുത്തെ ബൊളീവിയയുടെ ക്യാപിറ്റൽ അറിഞ്ഞിരിക്കുക ലാപ്പാസ് ആണ്, LAPAS ആണ്. ലാപ്പാസ് ആണ് ബൊളീവിയയുടെ ക്യാപിറ്റൽ. ബൊളീവിയയുടെ പ്രസിഡന്റിന്റെ പേര് ലൂയിസ് ആർകെ എന്നാണ്, ലൂയിസ് ആർകെ. പിന്നെ കെനിയയിലുണ്ടായ വിഷയങ്ങൾ അറിയാലോ. കെനിയയിൽ ഇപ്പം ക്യാപിറ്റലായ നൈറോബിയിൽ പാർലമെന്റ് അറ്റാക്ക് ഒക്കെ നടന്നു. അവിടെ ടാക്സ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടാണ്. കെനിയയുടെ പ്രസിഡന്റ് വില്യം റൂട്ടോ. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ സ്പോർട്സ് പേജിൽ വേൾഡ് കപ്പിന്റെ ഫൈനലിൽ ഇന്ത്യ കയറി. T20 വേൾഡ് കപ്പിന് സൗത്ത് ആഫ്രിക്ക മാത്രമാണ് ഇന്ത്യയുടെ മുന്നിലുള്ളത്. ഇന്ത്യ വിജയിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ അവിടെ പ്രത്യേകിച്ചൊന്നും പറയല്ല. അതിനടുത്ത പേജിൽ പോകുമ്പോൾ മീരാബായി ചാനുവിനെ കുറിച്ചൊരു ആർട്ടിക്കിൾ കാണാം. മീരാബായി ചാനു ലാസ്റ്റ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി വെയിറ്റ് ലിഫ്റ്റിംഗിൽ സിൽവർ മെഡൽ നേടിയ താരമാണ്. വെയിറ്റ് ലിഫ്റ്റിംഗിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ താരമാണ് മീരാബായി ചാനു. മീരാബായി MIRABAI, മീരാബായി ചാനു, CHANU. പിന്നെ അതിനടുത്ത പേജിൽ പോകുമ്പോൾ എല്ലാ ദിവസത്തെയും പോലെ യൂറോ കപ്പ്, ജർമ്മനിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യൂറോ കപ്പിനെ കുറിച്ചും അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കോപ്പ അമേരിക്കയെ കുറിച്ചുള്ള ന്യൂസുകൾ കാണാം. അതിനടുത്ത പേജിലൊന്നും പറയാനില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോൾ പ്രസിഡന്റിന്റെ കസ്റ്റമറി അഡ്രസ് ടു ദ ജോയിന്റ് സെഷൻ ഓഫ് പാർലമെന്റ്, അതിനെ കുറിച്ച് കാണാം. Once a new Lok Sabha is formed, the first address will be done by President of India. As per the Constitution of India, President of India should address a joint session of the Parliament. അല്ലെങ്കിൽ ലോക്സഭ പുതിയതായിട്ട് ഒരെണ്ണം നിലവിൽ വന്നാൽ അതിനെ അഡ്രസ് ചെയ്യേണ്ടത് പ്രസിഡന്റ് ആണ്. ഓക്കെ, അതല്ലാതെ ഓരോ വർഷത്തിനെ തുടക്കത്തിൽ നടക്കുന്ന ആദ്യത്തെ സെഷൻ അഡ്രസ് ചെയ്യേണ്ടത് പ്രസിഡന്റ് ആണ്. അപ്പൊ അത് ഇന്നലെ പ്രസിഡന്റ് നടത്തിയതിനെ കുറിച്ചൊക്കെയുള്ള ആർട്ടിക്കിളാണ്. ഓക്കെ, പിന്നെ ഭഗവത് മാൻ, പഞ്ചാബിന്റെ ചീഫ് മിനിസ്റ്റർ ഇവിടെ കാണാം. ഭഗവത് മാൻ
പിന്നെ അതിനടുത്ത പേജിൽ ഇല്ല, ഇവിടെ ഒന്നും പറയില്ല. ഇത് കഴിഞ്ഞു കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ കാണുക. ഒരുപാട് പേര് കമന്റ്സ് പറയാറുണ്ട്. കൂടുതൽ പേര് കമന്റ്സ് പറയുക, എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക. അതുപോലെ നിങ്ങൾ എല്ലാവർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് വീഡിയോസ് ഷെയർ ചെയ്യുക. എല്ലാവരുടെ അടുത്തും നമ്മുടെ ചാനലിനെ കുറിച്ച് പറയുക. എല്ലാവരിലേക്ക് അത് റീച്ച് ചെയ്യാൻ ഞങ്ങളെ സഹായിക്കും. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. അപ്പം നാളെ വീണ്ടും കാണാം.